ഇന്ന് സൺഡേ. ദൈവവുമായിട്ടുള്ള ഇടപെടൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് കടഭാരം മാറാനുള്ള യാചനയ്ക്ക് വേണ്ടി യെശയ്യാവിൻ്റെ പുസ്തകം 45 അധ്യായം 3 വാക്യം, ഈ വചനം 35 തവണ എഴുതിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. കടഭാരം മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും നൽകും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നിക്ഷേപങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ദൈവവുമായിട്ട് അത്ര അടുപ്പമുണ്ടാവണം. എവിടെ നിന്നാണ് നമ്മുടെ ഈ കടങ്ങളൊക്കെ വീട്ടാൻ ഒരു വഴിയുണ്ടാവുക എന്ന് വളരെയധികം വേദനയോടുകൂടി ഇരിക്കുന്ന നിമിഷത്തിൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഈ 45 അധ്യായത്തിലെ 3 ഈ വാക്യം പലതവണ എഴുതിക്കൊണ്ട് ദൈവത്തോടിത് യാചിക്കുവാൻ നമുക്ക് കഴിയണം. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും നൽകും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയാതെ പോകുന്ന ആളുകൾക്കിടയിൽ ദൈവം ഇറങ്ങി വന്ന് നമ്മെ അറിയുന്ന ഒരു നിമിഷങ്ങളാണ്. ഓരോ ദിവസവും പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയുമാണ് മനുഷ്യജീവിതം കടന്നു പോകുന്നത്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിനിടയിൽ അനുഭവിക്കേണ്ടി വരുന്നത് വളരെയധികം വേദനകളും വളരെയധികം പ്രതിസന്ധികളുമാണ്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്ത രാജ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന നാളുകളിൽ അനുഭവിക്കുന്ന അനേകം പ്രതിസന്ധികളുണ്ട്. അതിൽ താങ്ങാനാവാതെ വരുന്നത് മാനസികമായിട്ട് വരുന്ന ചില സംഘർഷങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ നിന്നായിരിക്കാം. കടഭാരങ്ങൾ പെരുകിക്കൊണ്ട് അനേകം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ച് പോകുന്ന കാഴ്ചകൾ നമുക്ക് നിത്യവും കാണാൻ സാധിക്കുന്നു. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആശ്വസിപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കാതെ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എന്നും ഉണ്ടായിരിക്കണം. നമ്മുടെ ലോകത്തിൻ്റേതായ പലവിധ മോഹങ്ങളിലേക്ക് കടക്കുന്ന സമയങ്ങളിൽ ദൈവത്തെ കൈവിട്ട് കളയുന്ന ഒരു ജനതയെ കാണാനായിട്ട് സാധിക്കും. മനുഷ്യരുടെ ആവശ്യങ്ങൾ പറയുവാൻ അതൊക്കെ സാധിപ്പിച്ചു തരുന്നൊരു ദൈവം നമുക്കുണ്ട്. അത്രയ്ക്കും ദൈവവുമായുള്ള അടുപ്പത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ വചനത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. ഓരോ വചനവും ശക്തിയേറിയ വചനം തന്നെയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവുമായിട്ട് അടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാവണം. കടങ്ങളില്ലാത്തവരും കടഭാരങ്ങളാൽ വലയുന്നവരും ഒത്തിരി മനുഷ്യരുണ്ട്. അനേകം മനുഷ്യർക്ക് കടങ്ങൾ എങ്ങനെ വീട്ടണമെന്നറിയാതെ പലവിധ പ്രതിസന്ധികളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. എൻ്റെ ഇന്നുള്ള ജീവിതത്തേക്കാൾ ഇന്നുള്ള പ്രയാസങ്ങളേക്കാൾ ദൈവമേ മറ്റെനിക്കൊന്നുമില്ല, എൻ്റെ ഇന്നത്തെ കടങ്ങളൊന്ന് തീർക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കുണ്ടാവണമേ എന്ന് യാചനയോടുകൂടിയിരിക്കുന്ന അനേകം ആളുകളുണ്ട്. നാളെ കൊടുക്കാനുള്ള സാമ്പത്തികം ലഭിക്കാതെ അലയുന്ന, മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിരിക്കുന്ന, ആരോട് പറയുമെന്നറിയാതെ വേദനയോടെ ആയിരിക്കുന്ന ചില ജനങ്ങളുണ്ട്. മറ്റു പല ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഭവനത്തിലെ അന്തരീക്ഷം മാറുന്നതിന്, കുടുംബമായിട്ട് സന്തോഷത്തോടുകൂടി സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് കഴിയാത്ത ഒരു കാരണവും ഈ സാമ്പത്തികമാണ്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് നൽകാൻ അനേകം സമ്പത്തുകളുണ്ട്. അത് സ്വീകരിക്കാനുള്ളൊരു മാനസിക സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. ഈ വചനം അത്രയ്ക്കും ശക്തിയേറിയ വചനമാണ്. നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മുടെ കടഭാരത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നത്
കാണുവാൻ, അതിശയത്തോടുകൂടി അത് അനുഭവിക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ കഴിയും. വചനം എഴുതുക, വചനം വായിക്കുക, ഓരോ ദിവസവും ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആകുലതകളില്ലാതെ, ആശങ്കകളില്ലാതെ ജീവിക്കുവാനായിട്ട് ഈ നാളുകളിലൊക്കെയും നമുക്ക് സാധിക്കണം. അതിശയകരവും അത്ഭുതകരവുമായുള്ള ദൈവത്തിൻ്റെ വിടുതലിന് നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആശ്രയിച്ചുകൊണ്ട് സമർപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മുടെയൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. വിശ്വാസത്തോടുകൂടി ജീവിതം മുൻപോട്ട് പോവുക. ദൈവം നമ്മെ സഹായിക്കും.